കുരങ്ങനുണ്ണി അത് കണ്ടോ? അങ്ങ് ദൂരെ മാമരച്ചില്ലകളിൽ മിന്നാമിനുങ്ങുകൾ മിന്നിത്തിളങ്ങുന്നത്. ഹായ്, എന്തൊരു ഭംഗി! ശരിക്കും മാനത്തെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്നതുപോലെയുണ്ട്. ശരിക്കും പകലിനേക്കാൾ ഭംഗി കൂടുതൽ രാത്രിക്കാണ്. അങ്ങനെ പറയണ്ട, പകലിനും ഭംഗിയുണ്ട്, രാത്രിക്കും ഭംഗിയുണ്ട്. അതെന്താണ് ആ കുട്ടി കരയുന്നത്? രാത്രിയിൽ വല്ല കുസൃതികളും ഒപ്പിച്ചതിന് അമ്മ നല്ല തല്ലുകൊടുത്ത് കാണും. ഹേ, തല്ല് കിട്ടുമ്പോൾ കുട്ടികൾ ഇങ്ങനെയല്ല കരയുന്നത്. എന്തെങ്കിലും കണ്ട് പേടിച്ച് കാണും. അതാണ് ആ കുട്ടി ഇങ്ങനെ കരയുന്നത്. മൂങ്ങമ്മാവ, അതെന്താ അവിടെ? ആ വഴിയിലൂടെ എന്തോ നടന്നു വരുന്നത് പോലെ. എവിടെ? അവിടെ, ആ വഴിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അമ്പടാ, അതൊരു കുറുനരിയാണല്ലോ. കുറുനരിയോ? ഓ, എനിക്കൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. രാത്രി ഞങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നത് കൊണ്ട് ആ കുറുനരിയെ എനിക്ക് നല്ല വ്യക്തമായി കാണാം. അതൊരു കുറുനരി തന്നെ. ഈ രാത്രിയിൽ പമ്മിപ്പമ്മി അവൻ എങ്ങോട്ടാണാവോ? ആ കുറുനരി എന്തിനാ രാത്രി നാട്ടിലിറങ്ങിയത്? ഇര തേടി ഇറങ്ങിയതായിരിക്കും. കാട്ടിൽ ഇപ്പോ പഴയതുപോലെ തീറ്റ ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പൊ നാട്ടിലാണോ തീറ്റയുള്ളത്? നാട്ടിലും കാട്ടിലും എല്ലാം ഇപ്പോ ഭക്ഷണത്തിന് ക്ഷാമം തന്നെയാണ്. ഓ, നടന്നു നടന്നു മടുത്തു. പിടിച്ചു തിന്നാൻ ഇവിടെ ഒരു കോഴിക്കുഞ്ഞു പോലുമില്ല. അതാരാണ് വരുന്നത്? കാട്ടിലുള്ളവർക്ക് എന്താണ് നാട്ടിൽ കാര്യം? എത്രയും വേഗം സ്ഥലം വിട്ടോ, അതാണ് നിനക്ക് നല്ലത്. അത് പറയാൻ നീ ആരാണ്? നാട്ടുരാജാവോ? എനിക്കാരെയും പേടിയില്ല. കാട്ടിലും നാട്ടിലും ഞാൻ ഇര പിടിക്കും. നാട്ടുനായക്കളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നാട്ടുനായ്ക്കളോ? ആരാണവർ? നാട്ടിൽ മനുഷ്യർ വളർത്തുന്ന നായ്ക്കൾ. അവരെങ്ങാനും നിന്നെ കണ്ടാൽ കടിച്ച് കീറും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോളൂ. കാട്ടിൽ കടുവകളുടെ ഇടയിൽ കഴിയുന്ന എന്നെയാണോ നീ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? വെറുതെ എന്നെ ശല്യം ചെയ്യാതെ നീ പോടാ കുരങ്ങ. ഇവിടുന്ന് എപ്പ പോണം, എങ്ങനെ പോണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. വിഡ്ഢികളെ ഉപദേശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. മാന്യന്മാരെ ഉപദേശിക്കാൻ നോക്കാതെ വീട്ടിൽ പോടാ കുരങ്ങ. മോനെ കരയില്ലേ? മിഠായി അമ്മ നാളെ രാവിലെ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്ക് ഇപ്പൊ തന്നെ മുട്ടായി വേണം. ഈ രാത്രിയിൽ ഞാൻ എവിടെ ചെന്ന് മിഠായി വാങ്ങാനാണ്? മോനെ, മിഠായി അമ്മ രാവിലെ വാങ്ങിത്തരാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ മുട്ടായി വേണം. മിണ്ടരുത്. ഇനി നീ മിഠായി എന്ന് പറഞ്ഞ് കരഞ്ഞ നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. അയ്യോ, കുറുനരിയോ? അതെ, കുറുനരി. വിശന്നു വലഞ്ഞ കുറുനരികൾ രാത്രി ഇരതേടി നാട്ടിലിറങ്ങും. കുട്ടികളെ തിന്നാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ഇനി മിഠായി എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ ഉറപ്പായി നിന്നെ ഞാൻ കുറുനരിക്ക് എറിഞ്ഞു കൊടുക്കും. ഓ, എന്റെ ഒരു ഭാഗ്യം നോക്കണേ. കുറച്ച് നേരം കൂടി ഇവിടെ കാത്തു നിന്ന ആ ചെറുക്കനെ എനിക്ക് എറിഞ്ഞു തരും. അപ്പോ തന്നെ കടിച്ചെടുത്തോണ്ട് കാട്ടിലേക്ക് കുതിക്കണം. ഹോ, എന്റെ പൊന്നമ്മച്ചി, താമസിപ്പിക്കാതെ ആ ചെറുക്കനെ ഒന്ന് വേഗം ഇങ്ങോട്ട് എറിഞ്ഞു തായോ. ആ കുറുനരി ഇതുവരെ അവിടെ ഒന്ന് പോയിട്ടില്ലല്ലോ. മര്യാദയ്ക്ക് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ അവന് വലിയ അഹങ്കാരം. അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോണെന്ന് നമുക്കെവിടെ ഇരുന്ന് കാണാം. ഓ, നിന്ന് മടുത്തു. നേരം വെളുക്കാറായി. ആ ചെക്കന് മിഠായി വേണ്ടേ? കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയെന്ന് നോക്കട്ടെ. പാവം, കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ കട തുറക്കുമ്പോൾ തന്നെ മിഠായി വാങ്ങി കൊടുക്കണം. എനിക്ക് എറിഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി തീരുമാനം മാറ്റിയോ? അയ്യോ, കുറുനരി! എല്ലാവരും വേഗം എഴുന്നേറ്റേ, നമ്മുടെ വീട്ടിലെ ചെന്നായ വന്നേ. അയ്യോ, എന്റെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണേ. കിട്ടി.
ആ ആ മതി മതി മതി. ആ എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ, എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ, അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? ആ അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ആ ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവും കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലത് കണ്ട് പേടിച്ചു. അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട, ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. ഓ ആ കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചോ. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കെ, അതിനും വഴിയുണ്ട്. ടിങ്ക ടിങ്ക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്? ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം. ആ, മരുന്തേ 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 നടമരുന്തേ, പോയി മരുന്തേ, നാട്ടുമരുന്തേ, നീട്ടുമരുന്തേ, പച്ചമരുന്തേ, മരുന്തേ, നല്ല മരുന്തേ. മരുന്ന് വേണോ? മരുന്ന്. ആ ലാട വൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികിടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാട മരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴി വസന്ത, കോഴികുറുകൾ, ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ, അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞ മരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന്, ഇങ്ങനെ പല തരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്, അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്.
ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത്? പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ, കോഴികളെക്കാൾ വലുതോ? ഓ, ചിലപ്പോ വല്ല വാർത്തയോ യമോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുര കേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, നീയൊക്കെ എന്റെ കൂട്ടിക്കേറി കളിക്കാരായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 അയ്യോ, എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ. ഒരു കാട്ടിൽ അതീവ സാമർത്ഥ്യക്കാരനും വളരെ മടിയനുമായ ഒരു സിംഹരാജാവും സൂത്രശാലിയായ ഒരു മന്ത്രിക്കുറുക്കനും ഉണ്ടായിരുന്നു. ഒരു ദിവസം, എടോ മന്ത്രി. ഓ അടിയൻ. എടോ, ഈയിടെയായി തനിക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. അതെന്താ പ്രഭു അങ്ങനെ പറഞ്ഞത്? എടോ, താൻ എന്റെ ആരോഗ്യം ശ്രദ്ധിച്ചോ? പഴയതുപോലെ ഒന്നിനും വയ്യടോ. ഇരതേടി പോകാനുള്ള ശക്തിയൊക്കെ ക്ഷയിച്ചു. ഭക്ഷണം കഴിക്കാതെ ജീവിക്കാനും പറ്റില്ലല്ലോ. അത് ശരിയാ, രാജാവിന് നല്ല ക്ഷീണമുണ്ട്. ആ, താനേ വലിയ ബുദ്ധിമാനല്ലേ. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു താടോ. എനിക്ക് കുറച്ച് സമയം തരൂ രാജാവേ, ഞാൻ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. താൻ വേണ്ടോളം ആലോചിച്ചോളൂ. പക്ഷെ എനിക്കൊരു ഉപായം പറഞ്ഞു തന്നേ പറ്റൂ. ഞാൻ പെട്ടെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങേരെന്നെ കൊല്ലാനും മടിക്കില്ല. ഇത് വല്ലതും നടക്കുവോടോ? എന്തുകൊണ്ട് നടക്കില്ല? അങ്ങീ കാട്ടിലെ രാജാവാണ്. പ്രജകളുടെ ക്ഷേമത്തിനായി ഇതുവരെയും പ്രവർത്തിച്ചു. ഇപ്പോ അങ്ങയുടെ ആരോഗ്യം കുറഞ്ഞു. ഈ അവസരത്തിൽ അങ്ങയെ സഹായിക്കേണ്ടത് ആരാ? അങ്ങയുടെ പ്രജകൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു യോഗം വിളിച്ചു കൂട്ടുക. അങ്ങനെ രാജാവ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാട്ടിലെ മൃഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. എന്തിനാണാവോ രാജാവ് യോഗം വിളിച്ചിരിക്കുന്നത്? ഒന്നടങ്ങടാ, എല്ലാവരും ക്ഷമയോടെ നിൽക്കുന്നത് കണ്ടില്ലേ? അല്ല പിന്നെ കാര്യമറിയാൻ എന്താ ഒരു വെപ്രാളം? എല്ലാവരും ഒന്ന് ചുമ്മാതിരിക്കേ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ നന്മയ്ക്കായി ഇന്ന് വരെ വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്താ ശരിയല്ലേ? എന്താ സംശയം പ്രഭോ? അങ്ങയുടെ ഭരണത്തിൽ ഞങ്ങൾ വളരെ തൃപ്തരാണ്. എന്നാൽ ഇനി മുതൽ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തീരെ വയ്യ. ഈയൊരവസ്ഥയിൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ? പ്രഭു, അതിലെന്താ ഇത്ര സംശയം? അതെ അതെ പ്രഭു, അതെ. ശരിയാണ്.
ഹാവൂ, എനിക്ക് സമാധാനമായി. ഇനി മന്ത്രി പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നാളെ മുതൽ എനിക്കുള്ള അല്ല രാജാവിനുള്ള ഭക്ഷണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവരണം. ഭക്ഷണത്തിന് നല്ല രുചിയും രാജാവിന് വയറ് നിറയെ കഴിക്കാനും ഉണ്ടായിരിക്കണം. ഇത് അനുസരിക്കാത്തവരെ രാജാവ് ഭക്ഷണമാക്കും. മനസ്സിലായോ? എല്ലാരും കേട്ടല്ലോ. രാജാവിന്റെ ആജ്ഞയ്ക്ക് മറുവാക്കു പറയാൻ പറ്റാത്ത പ്രജകൾ സമ്മതം മൂളിക്കൊണ്ട് വളരെ വിഷമത്തോടെ യോഗസ്ഥലത്ത് നിന്നും പിരിഞ്ഞു. ഭേഷ് ഭേഷ്. മന്ത്രി, ഇനി മുതൽ വളരെ സ്വാദിഷ്ടവും മണവുമുള്ള ഒരുപാട് ഭക്ഷണം എന്റെ മുന്നിലെത്തും. ഇതിനല്ലേ ഞാൻ മന്ത്രിയായി അങ്ങയുടെ കൂടെ കൂടിയിരിക്കുന്നത്. പിന്നെ ചെറിയ ഒരു സഹായം ഇങ്ങോട്ട് കിട്ടിയാലും കൊള്ളാമായിരുന്നു. പറഞ്ഞോളൂ. അങ്ങ് വയറ് നിറയെ ഭക്ഷിച്ച ശേഷം എന്തേലും മിച്ചം വന്നാൽ അടിയനും തന്നാൽ നന്നായിരിക്കും. അത് പിന്നെ പറയാനുണ്ടോ? തനിക്കും തരാം. എന്താ പോരെ? കാണട്ടെ. അടിയൻ ഒരു കാര്യം ചെയ്, ഞാനിത് കഴിച്ചു കഴിയുന്നത് വരെ നീ ഇവിടെ തന്നെ നിൽക്കണം. രുചിയും അളവും ഒക്കെ നോക്കട്ടെ. പിന്നെ ഏതെങ്കിലും ഒന്നും കുറവാണെങ്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അടിയൻ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ടാകണമെന്ന്. എന്നിട്ടെന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? അയ്യോ പ്രഭോ, ഞാൻ രുചിയുള്ള ഭക്ഷണമാണ് കൊണ്ടുവന്നത്. അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇല്ല ഇല്ല, നിനക്ക് മാപ്പില്ല. എന്റെ വിശപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ്. അയ്യോ എന്നെ കൊല്ലല്ലേ. അടുത്ത തവണ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണം കൊണ്ടുവരാമേ. ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ചെന്ന് പറഞ്ഞേക്ക് നിന്റെ കൂട്ടുകാരോടെല്ലാം എന്റെ ആജ്ഞ അനുസരിക്കാത്തവന്റെ ഒക്കെ ഗതി ഇതാകുമെന്ന്. പാവം കഴുത ജീവനും കൊണ്ട് ഓടി. ചങ്ങാതിമാരോടെല്ലാം അവൻ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അങ്ങനെ അടുത്ത ദിവസം പ്രഭു, ഇന്നങ്ങക്ക് ഞാനാണ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത്. കാണട്ടെ. ഇന്നലെ കഴുതയ്ക്ക് സംഭവിച്ചത് അറിഞ്ഞു കാണുമല്ലോ. ഓ പ്രഭു, എന്റെ ഭക്ഷണം അങ്ങക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഇതെന്താ നീ കൊണ്ടുവന്നിരിക്കുന്നത്? നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇത്രയും കുറച്ച് ഭക്ഷണവുമായി എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പ്രഭു ക്ഷമിക്കണേ, അറിയാതെ പറ്റിപ്പോയതാണേ. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ. മിണ്ടിപ്പോകരുത്. നിന്നെ ഞാൻ വച്ചേക്കില്ലടാ. അല്ല പ്രഭു, നമ്മുടെ പ്ലാൻ പോലെ ഓരോ ദിവസവും അങ്ങേക്ക് ഭക്ഷണം എത്താറില്ലേ? എന്റെ വീതം ഇങ്ങ കിട്ടിയ നന്നായിരുന്നു. നല്ല വിശപ്പുണ്ടേ, അതാ. നീയാണ് ഇതിനൊക്കെ കാരണം. നിന്റെ ഒരു ബുദ്ധി. ഒന്നിനും മര്യാദക്കുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അറിയില്ല. 2 ദിവസമായി മുഴു പട്ടിണിയില്ല. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എന്നിട്ട് വീതവും ചോദിച്ചു വന്നിരിക്കുന്നു. പണി പാളിയല്ലോ.
ഇനി ഈ പമ്പര വിട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ആ, സാരമില്ല പ്രഭു, ഞാൻ ചെന്ന് അവരോട് കാര്യങ്ങൾ ശരിക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഇനി ഇങ്ങനെ സംഭവിക്കില്ല, ഉറപ്പ്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ആരും ഇനി എനിക്ക് ഭക്ഷണം എത്തിക്കേണ്ട. എപ്പോഴും എന്റെ കൂടെയുള്ള നിനക്ക് മാത്രമേ എന്റെ ഭക്ഷണ രീതികളെ കുറിച്ച് അറിയാവൂ. അതിന് അതുകൊണ്ട് നാളെ മുതൽ നീ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ മതി. എന്താ? അമ്പടാ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എന്റെ ഐഡിയ ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്തുവാടോ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല പ്രഭു, ഞാൻ ആലോചിക്കുമായിരുന്നു. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അങ്ങേക്ക് തരാൻ പറ്റുമല്ലോ. എനിക്ക് സന്തോഷമായി, തൃപ്തിയായി. മന്ത്രിയായാൽ ഇങ്ങനെ തന്നെ വേണം. തനിക്ക് വെച്ചിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. പിറ്റേന്ന് വാക്ക് കൊടുത്തതുപോലെ രാജാവിനുള്ള ഭക്ഷണവുമായി കുറുക്കൻ സിംഹമടയിലെത്തി. പ്രഭു, അങ്ങേക്ക് വളരെ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടാറും മുമ്പ് കഴിച്ചോളൂ. മന്ത്രി, ഇതിനെന്താ ഒരു മണം? ഇത്ര മണമാണെങ്കിൽ ഇതിനെന്ത് സ്വാദായിരിക്കും? പിന്നല്ലാതെ. കഴിക്ക്, വേഗം മുഴുവൻ കഴിക്ക്. ആ, ഇത്ര നല്ല ഭക്ഷണം കൊണ്ടുവന്ന താനും ഇത് എന്നോടൊപ്പം തന്നെ കഴിക്കണം. അത് അല്ല, ഇല്ല, ഞാൻ പിന്നെ കഴിക്കാം. ആദ്യം അങ്ങ് കഴിക്കേ. ഇല്ല, ഇതെന്റെ ഒരു ആഗ്രഹം. വേണ്ടെന്ന് പറയരുത് മന്ത്രി. എനിക്ക് ഇപ്പൊ നല്ല വിശപ്പില്ല. എന്നെ ധിക്കരിക്കുന്നു. വേഗമെടുത്ത് കഴിക്ക്. നീ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. രാജാവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. അങ്ങേക്ക് ഇനി എന്നും ഭക്ഷണം കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതിൽ കോലരക്കും വിഷമുള്ളും ചേർത്ത്. എടാ ചതിയ! അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വെറുപ്പിച്ചു. എന്നിട്ട് നീ എനിക്ക് തന്നെ പണിയാൻ നോക്കി അല്ലേടാ? നിന്നെ ഞാൻ അയ്യോ! അങ്ങനെ അന്നു മുതൽ എല്ലാ മൃഗങ്ങളും സ്വൈരമായി ആരെയും ഭയക്കാതെ കാട്ടിൽ വസിച്ചു തുടങ്ങി. എത്ര നേരമായി നായക്കുട്ടനെയും കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അവൻ നമ്മളെ പറ്റിച്ചോ? ഏയ്, നായക്കുട്ടനൊരു പാവമാണ്. അവൻ ആരെയും പറ്റിക്കില്ല. പറ്റിച്ചാൽ അവനുമായുള്ള കൂട്ട് നമ്മൾ വെട്ടും. അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. പാറക്കല്ല് അനങ്ങിയെന്നോ? അനങ്ങാൻ പാറക്കല്ലിനെന്താ ജീവനുണ്ടോ? വെറുതെ മണ്ടത്തരം പറയല്ലേ. ചിലപ്പോ തോന്നിയതാവും. നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാൽ വീഴില്ല. എന്നാൽ ഞാൻ കയറി നിൽക്കാം. പാറക്കല്ല് അനങ്ങുന്നോന്ന് അറിയാലോ. കേറി നിൽക്ക്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹാഹാ, നല്ല സുഖം. തുള്ളി തുള്ളി ചാടും ഞാൻ. ഒന്നാം കല്ലിൽ കയറി നിൽക്കും ഞാൻ. അവിടെ തലയും കുത്തി ചാടും നീ. അയ്യോ അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. അത് അനങ്ങുന്നതല്ല, പാറക്കല്ല് നിന്നെ കൊണ്ട് ഓടുന്നതാ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഈ പാറക്കല്ല് എന്നെയും കൊണ്ട് പോണേ. അയ്യോ, ഇതെന്താ ഭൂതക്കല്ലാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ഓടി വരണേ. കൂട്ടുകാരെ, ഇതാ ഞാൻ എത്തി. നായക്കുട്ട, അതാ ആ ഭൂതക്കല്ല് നമ്മുടെ മഞ്ഞക്കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നേ. ആമച്ചാരെ, നിൽക്കവിടെ. അയ്യോ അയ്യോ അയ്യോ. എന്താ ആമച്ചാരെ ഇത്? ഈ പാവം കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? നിനക്ക് എന്തു പറ്റി? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഈ ആമച്ചാരോട്. എന്നിട്ട് ആമച്ചാരെവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. മഞ്ഞക്കുഞ്ഞെ പേടിക്കണ്ട കേട്ടോ.
ഇത് പാറയൊന്നുമല്ല, ഞാനൊരു ആമയാണ്. ഹോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആമച്ചാരെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്തേക്ക് വാ, ഞങ്ങളോടൊപ്പം കളിക്കാം. കൂട്ടുകാരെ, ഇതാണ് ആമച്ചാരുടെ വീട്. ഈ വീടിനകത്തുനിന്ന് കൈയും കാലും തലയും മാത്രമേ ആമച്ചാർക്ക് പുറത്തിടാൻ സാധിക്കൂ. അപ്പോൾ സ്വന്തം വീടും ചുമന്നുകൊണ്ടാണോ ആമച്ചാർ സഞ്ചരിക്കുന്നത്? അതെ 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 മക്കളെ, പ്രകൃതി ഞങ്ങൾ ആമകളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോ, കഷ്ടമായി പോയി. എന്ത് കഷ്ടം! ഈ വീടിരിക്കുന്നതുകൊണ്ട് ആമച്ചാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ഈ കട്ടിത്തോടിനുള്ളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ ആമച്ചാർക്ക് മടുപ്പില്ലേ? ഏയ്, ഒരു മടിയുമില്ല. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് ഞാൻ. 100 കൊല്ലമോ? ആമച്ചാര് തമാശ പറയുകയാണോ? ആമച്ചാര് പറഞ്ഞത് നേരാണ് കൂട്ടുകാരെ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ആമകൾക്കാണ്. 150 വയസ്സുവരെ അവർ ജീവിക്കും. 150 വയസ്സുവരെ? ഹോ, എന്തൊരു ഭാഗ്യം. എടാ മോനെ, എന്നെ മനസ്സിലായോ? ഇതാരാ? രംഗണ്ണനും. നോ, കുറുനരി മാഷ്. മനസ്സിലായി, കുറുനരി മാഷ്. മാഷിനെ പണ്ട് ഞങ്ങളുടെ അച്ഛൻ കൊത്തി കൊത്തി ഓടിച്ചതല്ലേ? അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആ പഴയ കഥകളൊന്നും ഓർമ്മിപ്പിക്കല്ലേ മക്കളെ. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് കണ്ട് മാപ്പ് പറയാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നോ. കണ്ടിട്ടെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാഷ് പഠിപ്പിച്ച സ്പെല്ലിങ്ങുകളൊക്കെ നിങ്ങൾ മറന്നോ മക്കളെ? അന്ന് മാഷ് പഠിപ്പിച്ചത് കൂടാതെ പുതിയതായി ഒരുപാട് ഞങ്ങൾ പഠിച്ചു. ആഹാ, കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ വഴിക്ക് വരുന്നുണ്ട്. ആണോ? പുതിയ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ പഠിച്ചെന്നോ? ഓ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് സ്പെല്ലിംഗ് ചോദിക്കണം. ഓരോ മാസങ്ങളുടെയും സ്പെല്ലിംഗ്. ആർ യു റെഡി? January, January, February, February, March, March, April, April, January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. haha, amazing. May, M-A-Y, wow, June, J-U-N-E, July, J-U-L-Y, August, A-U-G-U-S-T. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. September, S-E-P-T-E-M-B-E-R, October, O-C-T-O-B-E-R,
November, NOVEMBER, December, DECEMBER. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. super. Come on, baby, come on.